കണ്ണൂർ ഉളിയിലെ ദുരഭിമാനക്കൊലയിൽ സഹോദരന്മാരും SDPI ഭീകരരുമായ പ്രതികൾക്ക് ജീവപര്യന്തം. കൊല്ലപ്പെട്ട ഖദീജയുടെ സഹോദരന്മാരായ ഇസ്മായിൽ, ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഖദീജയെ പ്രതികൾ കൊലപ്പെടുത്തിയത് രണ്ടാം വിവാഹം കഴിക്കുന്ന വിരോധത്തെ തുടർന്നാണ്. കേസിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ 28 വയസ്സായ ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ച് ഇഷ്ടപ്പെട്ട ഒരാളോടുകൂടെ പോയതിൻ്റെ വിരോധത്തിൽ സഹോദരന്മാർ തന്നെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവമാണ്. ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടപ്പെട്ട ആളോടുകൂടെ പോയ സ്ഥലത്ത് നിന്നും പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയും ആ കംപ്ലയിൻ്റ് അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനം നൽകി അവരെ തിരിച്ച് വീട്ടിലെത്തിച്ച് കല്യാണം കഴിക്കാൻ വന്നയാളെയും ഈ സഹോദരിയെയും അവരുടെ വീട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ കേസിൽ എന്താണെന്ന് വെച്ചാൽ, സ്വന്തം ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ ഇവരൊക്കെ സാക്ഷികളായിരുന്നെങ്കിലും കേസിൻ്റെ വിചാരണ വേളയിൽ ഇവരൊക്കെ കൂറുമാറുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, എന്തായാലും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിൽ നിർണായകമായ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് ശിക്ഷാവിധിയിലെ മറ്റു വിവരങ്ങൾ? വിഷ്ണു, കണ്ണൂർ ഉളിയിലെ ഖദീജയുടെ ദുരഭിമാന കൊലക്കേസിലാണ് SDPIക്കാരെ സഹോദരങ്ങൾ ഉൾപ്പെടെ 2 പേർക്ക് ജീവപര്യന്തം ശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. സഹോദരങ്ങളായ ഇസ്മായിൽ, ഫിറോസ് എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. മാത്രമല്ല 60,000 രൂപ വീതം ഇരുവർക്കും പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അഥവാ ഈ പിഴ ശിക്ഷ അടച്ചില്ലെങ്കിൽ അവർക്ക് വീണ്ടും ഓരോ വർഷം വീതം തടവും അനുഭവിക്കണം. ഈ ദുരഭിമാന കൊലകൾക്കുള്ള ഒരു ശക്തമായ താക്കീതായി ഈ കോടതി വിധി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇത് വളരെ നിർണായകമായൊരു കേസായിരുന്നു. ആ കേസിലെ വിധിയാണ് വന്നത്. 2012 ഡിസംബർ 12 ഈ നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകം നടന്നത്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ ആൺ സുഹൃത്ത് ഷാഹുൽ ഹമീദുമായി വിവാഹം നടത്തിത്തരാമെന്ന് വിളിച്ചു വരുത്തിയാണ് സ്വന്തം സഹോദരിയെ SDPIക്കാരായ സഹോദരങ്ങൾ കുത്തിക്കൊലപ്പെടുത്തിയത്. മതാചാരപ്രകാരം നിക്കാഹ് ചെയ്തു തരാമെന്ന് വിളിച്ചു പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ ഖദീജയെ കുത്തിക്കൊലപ്പെടുത്തുകയും ഷാഹുൽ ഹമീദിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. കേസിലെ പ്രധാന സാക്ഷിയായിരുന്ന ഈ ഖദീജയുടെ ആൺ സുഹൃത്ത് ഷാഹുൽ ഹമീദ് പിന്നീട് കോടതിയിലെത്തിയപ്പോൾ കൂറുമാറുകയും ചെയ്തിരുന്നു. അതേസമയം കേസിലെ നിർണായക മൊഴിയായി മാറിയത് ഒരു റിട്ടയർഡ് സൈനികന്റെ മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരം ഒരു ശിക്ഷ വിധിക്കുന്നതിലേക്ക് എത്തിയത്. വിഷ്ണു, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.